Konnichiwa minasan, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിൻ്റെ സീസൺ 2ൻ്റെ എപ്പിസോഡ് 8ൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ് ഗൈസ്. ആദ്യം ഞാൻ ഈ പറയുന്നത് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ സോളോ ലെവലിംഗ് റാഗ്നറോക്ക് എന്ന് പറയുന്നത് ഇറങ്ങി തീർന്നിട്ടില്ല. ഇതൊരു വീക്ക്ലി മാൻഹോ സീരീസാണ്. അതായത് എല്ലാ വീക്കിലും ഒരു ചാപ്റ്റർ വെച്ച് മാത്രമേ ഇത് ഇറങ്ങാറുള്ളൂ. അതും എല്ലാ വ്യാഴാഴ്ചകളിലുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യാഴാഴ്ച മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ എത്ര കമൻറ്റ് ഇട്ടാലും എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും ഇതെന്തായാലും വ്യാഴാഴ്ചക്ക് മുമ്പ് ഇറങ്ങാൻ പോകുന്നതല്ല. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുന്നതല്ല. എല്ലാ വ്യാഴാഴ്ചകളിലായിരിക്കും ഈ ഒരു ചാപ്റ്റർ റിലീസ് ആകുന്നത്. ആ ഒരു ദിവസം തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ പോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിനകത്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതെന്തായാലും നിങ്ങൾ മനസ്സിൽ വെക്കുക. പിന്നെ ഒരു കാര്യം, ഈ ചാപ്റ്റർ വൺ ഓഫ് എ കൈൻഡുള്ള ചാപ്റ്ററാണ്. ഇതിൻ്റെ അവസാനം ഒരു കിടിലൻ ക്ലിഫ് ഹാങ്ങറുണ്ട്. സോ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഹാങ് ഡോങ്സു ആയിട്ട് ആ ഒരു ഫോട്ടോ ചവിട്ടി പൊട്ടിച്ചിട്ട് പറയുന്നുണ്ട്, അവസാനം നീ ഇവിടേക്ക് വന്നല്ലേ. ഇത് കണ്ടപ്പോൾ സുഹുക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, സോ ഇവരാണല്ലേ അവർ എസ് റാങ് ഹണ്ടർ ഹാങ് ഡോങ്സു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൂവിനാണ്. വൂ അവനോട് പറയുന്നുണ്ട്, ജിസാനിൽ വെച്ച് നടന്ന ആ ഒരു ഇൻസിഡന്റ് ഇല്ലേ, അതിൻ്റെ മെയിൻ കണ്ണിയായുള്ള ഹാങ് ഡോങ്സുക്കിൻ്റെ ബയോളജിക്കൽ യങ്ങർ ബ്രദറാണ് ഇവൻ. അതുമല്ല റൂമേഴ്സ് പറയുന്നത് ഇവൻ കാരണമാണ് ആ പ്ലാൻ തന്നെ നടന്നതെന്നാണ്. പിന്നെ ആ ഒരു ഇൻസിഡന്റ് നിന്നെ ഹീറോ ആക്കിയതുകൊണ്ട് തന്നെ ഇവൻ ചിലപ്പോൾ നിന്റെ പുറകെ വരാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല ഹാങ് ഡോങ്സ് എന്ന് പറയുന്നത് കൊറിയയിലെ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് എസ് റാങ്ക് കൂടിയാണ്. സോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ എന്തായാലും നിനക്ക് ഗാർഡ്സിനൊന്നും അസൈൻ ചെയ്യുന്നില്ല. പക്ഷേ ഇവനെങ്ങാനും നീ കണ്ടു കഴിഞ്ഞാൽ നീ ഓടിക്കോണം. ഹോങ് ഡോങ്സു, നീ ഇവിടേക്ക് വന്നത് നിന്റെ ബ്രദറിനെ അവഞ്ച് ചെയ്യാനായിട്ടാണോ? പക്ഷേ നിനക്ക് തെറ്റി. നിന്റെ ബ്രദറിനെ കൊന്നത് ഞാനല്ല. നിന്റെ ബ്രദറിനെ കൊന്നവൻ്റെ പേര് കാങ് തേഷിക്കെന്നാണ്. ഈ പയ്യൻ കൊള്ളാലോ. ഇവൻ എന്നെ മാത്രമല്ല കാങ് തേഷിക്കിനെ അറിയാവോ? അതിലൊന്നും എനിക്കൊരു കാര്യമില്ല. ഈവൻ ഞാനിവിടേക്ക് വന്നത് എൻ്റെ ബ്രദറിനെ അവഞ്ച് ചെയ്യാനുമില്ല. പക്ഷേ നിന്നെ പോലൊരുത്തൻ അവൻ എൻ്റെ പ്ലാനിൻ്റെ ഇടക്ക് കയറി. സോ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടുന്ന് തൽക്കാലം മറ്റൊരു സ്ഥലത്തേക്ക് മാറിയാലോ? അത് കൊള്ളാം. ഞാനെന്തിനാടാ നീ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ തൻ്റെ പവേഴ്സ് അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡിൽ തന്നെ സുഹോ അവിടെ ഭിത്തിയിലേക്ക് മുറുക്കി ഇടിക്കുകയും അവിടെ ഒരു വലിയൊരു അലാറം തന്നെ അടിക്കാനും തുടങ്ങും. എന്നിട്ട് പറയും ചെയ്യും, എൻ്റെ അങ്കിളിന് എന്തായാലും ഇങ്ങനെ പലതും ഉണ്ടാവും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ളി അലാറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സോ 5 മിനിറ്റുള്ളിൽ തന്നെ ഹണ്ടേഴ്സും ബാക്കിയുള്ള സെക്യൂരിറ്റി ടീമും എല്ലാവരും ഇവിടേക്ക് വരുന്നതാണ്. നീ ഇവിടുന്ന് അനങ്ങിയില്ലെങ്കിൽ അറിയാലോ, ഞാൻ പിന്നെ പറയണ്ട. ഇത് കേൾക്കാൻ നേരത്ത് നമ്മുടെ ഹാങ് ഡോങ്സിന് മനസ്സിലായി ഇവനൊട്ട് നിസാരക്കാരനല്ല. എന്നിട്ട് അവരിവിടുന്ന് പോകുവാണ്. പിന്നെ കാണിക്കുന്നത് ഒരു ഗോഡൗൺ പോലത്തെ സ്ഥലമാണ്. അവർ രണ്ടുപേരും അവിടെ ഫേസ് ടു ഫേസ് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, നീ എന്നോട് സംസാരിക്കുന്ന രീതി വെച്ച് നോക്കിയിട്ട് നീ ഒന്നെങ്കിൽ റിയ വെക്കിങ്ങാന്ന് പറഞ്ഞ ന്യൂസ് അത് ശരിക്കും സത്യമായിരിക്കും. എന്താടാ നിനക്ക് വല്ല എസ് റാങ്കോ വേറെ എന്തെങ്കിലും കിട്ടിയോ? എനിക്കറിഞ്ഞൂടാ. അതെന്തായാലും റീ അസൈൻഡ് ആകുന്നവരെ എനിക്കറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിനക്ക് എങ്ങനെയാണ് സ്റ്റാർ ഫ്രാഗ്മെൻറ്റ്സ് കിട്ടിയത്? നിനക്ക് തന്നെ സ്റ്റിമുലേറ്റ് വേണോ? ഞാനെന്തിനാണ് നിന്നോട് പറഞ്ഞത്? അതിപ്പോൾ എല്ലായിടത്തും കിട്ടുമല്ലോ. സോ അവൻ ഇറ്റാറംസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതല്ല. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സ്റ്റിമുലേറ്റ്സ് എന്നൊക്കെ പറയുന്നത് വീക്കുള്ള ബാസ്റ്റേഡ്സിനുള്ളതാണ്. എന്നാൽ നീ കുറച്ച് എക്സൈറ്റഡ് ആയിരിക്കുമല്ലേ? ഒന്നുമില്ലെങ്കിലും നീ റീ അവേക്കൺ പോയി എസ് റാങ്കിനെ കണ്ടു, അതും ലക്ക് കൊണ്ട് മാത്രം. പക്ഷേ ഞാൻ നിന്നെ ഒരു കാര്യം പഠിപ്പിക്കാം. ഇത് നിന്റെ ജീവിതത്തിൽ വലിയൊരു ലെസൺ തന്നെയായിരിക്കും. വേറൊന്നുമല്ല, എല്ലാ ഇസ്രാങ്കേഴ്സും സെയിം അല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ നമ്മുടെ സൂഹിൻ്റെ നേരെ നടക്കാൻ തുടങ്ങി. ലീമിൻസ് അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ ഇവൻ ശരിക്കും സ്ട്രോങ്ങറാണ്. അതെന്തായാലും കാണുന്നിടത്ത് തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുമാത്രമല്ല, ഇതാണ് എൻ്റെ ആദ്യത്തെ ഇസ്രാങ്കായിട്ടുള്ള പ്രോപ്പർ ഫൈറ്റ്. അടുത്ത സെക്കൻഡ് തന്നെ സുഹ അവൻ്റെ നേരെ റഷ് ചെയ്തിട്ടുണ്ട്. അതേസമയം അവൻ മനസ്സിൽ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും അതൊന്ന് ചെക്കൗട്ട് ചെയ്യണം. പക്ഷെ പെട്ടെന്നായിരുന്നു അവൻ നേരെ താഴത്തേക്ക് ചവിട്ടി ഒരു കല്ല് നമ്മുടെ സൂഹിനെ മേത്ത് വന്ന് ഇഴിച്ച് നേരെ സൂഹിനെ മുകളിലേക്ക് പൊക്കുന്നത്. ഇതൊട്ട് സുഹ ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല. ആ സമയത്ത് തന്നെ അവൻ പറയുന്നുണ്ട്, അത് കൊള്ളാം, നീ ഒരു സമ്മണിങ് ടൈപ്പല്ലേ, എന്നിട്ട് നീ എൻ്റെ നേരെ വരുന്നു, നീ എന്താടാ നീ പോലെ പൊട്ടനാണെന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ കല്ലും പൊട്ടിച്ച് സുഹറിൻ്റെ മേത്ത് ആ ഒരു അറ്റാക്ക് വന്ന് വീണ് സുഹ് തീർച്ച് ബാക്കിലേക്ക് പോകുന്നുണ്ട്. അവൻ്റെ നന്നായിട്ട് തന്നെ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ തൻ്റെ കണ്ണൊന്ന് ഉയർത്തുന്നതിന് മുമ്പ് തന്നെ അവൻ അവൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. എന്നിട്ട് വീണ്ടും മാസീവുള്ള അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സുഹോ അത് ഡോഡ്ജ് ചെയ്തിട്ട് നേരെ തിരിഞ്ഞ് അവൻ്റെ മുഖത്ത് നോക്കി ഒരു കിടിലൻ കിക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ കിക്ക് കൊടുത്തിട്ട് വലിയ ഇമ്പാക്റ്റ് ഒന്നും കൊണ്ടില്ല. അവൻ പറയുന്നുണ്ട്, നീ എന്നെ ഇക്ലിടുവാണോ? അടുത്ത സെക്കൻഡ് നമ്മൾ കാണുന്നത് സുഹുവിനെ കണ്ടിന്യൂസ്ലി പഞ്ച് ചെയ്തുകൊണ്ട് അവൻ നേരെ ബാക്കിലേക്ക് കൊണ്ടുവന്നാണ്. ഭയങ്കര പവർഫുൾ ആയ ഓരോ പഞ്ച് വരുന്നത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ എന്താടാ നീ പ്യുവർ സ്ട്രെങ്ത് കൊണ്ട് എന്നെ തോപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? നീ നിന്റെ എബിലിറ്റി ഒന്ന് യൂസ് ചെയ്തില്ലേ എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പോലും പറ്റത്തില്ലെന്ന് പറയുകയും ചെയ്യും. ഈ സമയത്ത് സുഹോ പറയുന്നുണ്ട്, അവൻ പറഞ്ഞത് ശരിയാണ്, എനിക്ക് എന്തായാലും സ്ട്രെങ്തിൽ നല്ല ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ
അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഇവനൊന്നും തന്നെയില്ല. ഈ സമയത്ത് തന്നെ അവൻ പെട്ടെന്ന് ഒരു അറ്റാക്ക് ചെയ്തിട്ട് പറയുകയും ചെയ്യും, നീ ശരിക്കും കോക്കിയാണല്ലേ, പക്ഷേ ഇന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവനെ അറ്റാക്ക് ചെയ്ത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് തെറിപ്പിച്ച് നേരെ ബാക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്താണ് ഹാങ് ഡോങ് സു ശരിക്കും ഞെട്ടിയത്. അവൻ പറയുന്നുണ്ട്, അതുകൊള്ളാം, നീ എപ്പോഴാണ് ഒരു വെപ്പൺ പുറത്തേക്ക് എടുത്തത്? പിന്നെ കാണിക്കുന്ന സൂഹാട്ട അവിടെ പൊടിയിലകത്ത് കിടക്കുന്നതാണ്. അവൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ബെറു ചോദിക്കുന്നുണ്ട്, യങ് മാർച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ എബിലിറ്റീസ് ഒന്നും ഇല്ലാതെ ഒരു എസ്ട്രാങ്കോടെ ഫൈറ്റ് ചെയ്യുന്നത് അത് കുറച്ച് ഡിഫിക്കൽറ്റിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര നാൾ ഇതെല്ലാം ഒന്ന് സേവ് ചെയ്യാനായിട്ടാണ് ആലോചിച്ചത്, വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി എന്തായാലും സീരിയസ് ആകേണ്ട ടൈം ആയിരിക്കണമെന്ന് പറഞ്ഞിട്ട് സുഹോ നേരെ അവിടുന്ന് മുകളിലേക്ക് ചാടിയിട്ടുണ്ട്. എന്നിട്ട് നേരെ അവൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. എന്നിട്ട് പറയുകയും ചെയ്യും, അപ്പം എങ്ങനെയാ, നമുക്ക് നമ്മുടെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്താലോ? ഈ സമയത്ത് തന്നെ സുഹുവിൻ്റെ ശരീരത്തിൽ ഒത്തിരിയധികം എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവൻ എല്ലാം തന്നെ എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. സുഹുവിൻ്റെ സ്ട്രെങ്ത് ആയിട്ട് സ്കൈ റോക്കറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രെങ്ത് മാത്രമല്ല, എജിലിറ്റി, സെൻസ്, ഹെൽത്ത്, ഇൻ്റലിജൻസ് എല്ലാം തന്നെ കൂടിയിട്ടുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, ഞാൻ ഇനി എന്തായാലും എൻ്റെ ഫുൾ പവറിലായിരിക്കും നീയായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് അവൻ പറയുന്നുണ്ട്, കൊള്ളാം, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നീ എൻ്റെ നേരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതൊക്കെ എവിടെ നിന്നാണ് വന്നത്? പെട്ടെന്ന് ഹാങ് ഡോങ് സു പേടിച്ച് വിറക്കാൻ തുടങ്ങും. അവൻ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആ ഒരു ഡാർക്ക് ആയിട്ടുള്ള റിപ്പിള്, പിന്നെയാണ് ആ ഒരു ഓർമ്മ അവൻ്റെ മനസ്സിലേക്ക് തള്ളി നിറഞ്ഞു വന്നത്. അവൻ ചോദിക്കുന്നുണ്ട്, ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ സങ് ജിൻവു ചോദിക്കുന്നുണ്ട്, നീ എന്തായാലും കുറച്ച് ഗ്രീഡി അല്ലേ? നീ എന്തായാലും അങ്ങനെ തന്നെ മരിച്ചുകൊണ്ട് നിന്റെ പേര് ഗ്രീഡി എന്നായിരിക്കും. സോ നീ ഇനി മുതൽ ഗ്രീഡി എന്ന് അറിയപ്പെടും. എന്താടാ, നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ? ഹാങ് ഡോങ് സു പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് കഴിഞ്ഞ ജന്മത്തിലെ ഗ്രീഡിൻ്റെ, സങ് ജിനുവിൻ്റെ ആ ഫുള്ള് ഓർമ്മകൾ വന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അങ്ങ് അവസാനിക്കുന്നത്. ഗൈസ്, ഒരു കിഡിലും ക്ലിഫ് ഹാങ്ങർ ആയപ്പോൾ അല്ലേ, വായിച്ചിട്ട് തന്നെ എനിക്ക് ഗൂസ് ബംസ് അടിക്കുമായിരുന്നു. എന്തായാലും നെക്സ്റ്റ് ചാപ്റ്ററിന് വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. അടുത്ത വ്യാഴാഴ്ച തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ ഇറങ്ങുന്നതായിരിക്കും. അതെന്തായാലും ഉടനെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ അതൊന്നും മിസ്സാക്കിയിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.